Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16 ബീറ്റ 8 ഇപ്പോൾ റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 193 MB-ലാണ് ഐഫോൺ 11-ൽ. അത് പല ഡിവൈസിലും പല സൈസായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. നമ്മുടെ ഇവിടെ നോക്കേണ്ടത് ഇപ്പോൾ നമുക്ക് iOS 16 മാത്രം ബീറ്റയാണ് റിലീസ് ആയിരിക്കുന്നത്. ഒരു വാച്ച് ഓയസോ ഒരു മാക് ഓയസോ ടി വി ഓയസോ ഒന്നിൻ്റെയും ഒരു പെർട്ടിക്കുലർ ബീറ്റ ഇപ്പോൾ റിലീസായിട്ടില്ല. അപ്പോൾ ഈ ഒരു ബീറ്റയുടെ കാര്യങ്ങൾ പറയുന്നത് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറുക. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ടെലിഗ്രാം ആപ്പിൾ മെമ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടക്കം തന്നെ ഈ പറയുന്ന അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ നേരെ അതിന് സെറ്റിങ്സിലേക്ക് പോവുക. അവിടുന്ന് ജനറൽ അവിടെ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 20A5358A എന്ന നമ്മുടെ ബീറ്റ 7-ൽ നമ്മുടെ ബിൽ നമ്പറിൽ ഒരു A ആയിരുന്നു വന്നത്. നമ്മളപ്പോൾ നെക്സ്റ്റ് വേർഷൻ, അതായത് ഈ ഒരു ബീറ്റ 8 അല്ല ആക്ച്വലി പ്രതീക്ഷിച്ച്, ഒരു റിലീസ് കാൻഡിഡേറ്റ് ആണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ബീറ്റ 8 ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പെർട്ടിക്കുലർ മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. ആക്ച്വലി ആപ്പിൾ ഈ ഒരു OS ഈ ഒരു ബീറ്റ 8 എന്തിനാണ് റിലീസ് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ചധികവും കൂടെ കുറച്ച് ബഗ് ഫിക്സസും അതേപോലെ പെർഫോമൻസും ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ സ്റ്റെബിലൈസ് ചെയ്യാനും അതേപോലെ നേരത്തെ ഉണ്ടായ കുറച്ച് ബഗ് ഒന്ന് റിസോൾവ് ചെയ്യാനും കൂടിയായിട്ടാണ് ഈ ഒരു ബീറ്റ 8 എന്ന് പറഞ്ഞ ഈ ഒരു അപ്ഡേഷൻ അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്ഡേഷനും ഈ പറയുന്ന ബീറ്റ 8-ൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ സങ്കടകരം എന്ന് പറയട്ടെ, നമുക്ക് ഈ ഒരു ബീറ്റയിലും അതായത് ബീറ്റ 8-ലും പബ്ലിക് ബീറ്റ 6-ലും നമുക്ക് ഈ പറയുന്ന ബാറ്ററി പെർസെൻറ്റേജിൻ്റെ ഓപ്ഷൻ ഇപ്പോഴും ഐഫോൺ 11 അതേപോലെ 12 മിനി 13 മിനി ഈ പറഞ്ഞ ഡിവൈസിലൊന്നും ഇപ്പോൾ കറൻ്റ്ലി വന്നിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ സങ്കടം. ഈ ഒരു ബീറ്റ 8 റിലീസായപ്പോൾ എല്ലാ കൂട്ടുകാരും പ്രതീക്ഷിച്ചായിരുന്നു നമ്മുടെ ഈ പറയുന്ന ഐഫോൺ 11-ലൊക്കെ ബാറ്ററി പെർസെൻറ്റേജ് വരുമെന്ന്. പക്ഷേ ഇപ്പോഴും ആ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. പിന്നീട് ആ ഒരു പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ പെർഫോമൻസ് കുറച്ചും കൂടെ ഒപ്റ്റിമൈസ്ഡ് ആയ പോലെ, അതായത് നേരത്തെ ഉണ്ടായ കുറച്ചും കൂടെ ലാഗി ആയ ആ ഒരു ഫീല് ഇപ്പം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സിംഗിൾ കോർ നമുക്ക് വരുന്നത് ഏകദേശം 1319-ഉം മൾട്ടി കോർ വരുന്നത് 3365 ആണ്. നമുക്ക് പെർഫോമൻസ് ജമ്പ് ഉണ്ടോ എന്ന് വെച്ചാൽ ജമ്പില്ല. എന്നാൽ കൂടെ കുറേ കൂട്ടുകാർക്കും ഇതേപോലെ പെർഫോമൻസിൻ്റെ ഒരു ബഗ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ പേജസ് മാറ്റുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രെയിമിൽ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ ഡ്രോപ്പായിട്ട് വരുമായിരുന്നു, ചില സമയത്ത് സ്റ്റക്കായി പോകുമായിരുന്നു. ആ ഒരു ബഗ് മാറ്റിയിട്ടുണ്ട് എന്നാണ് ആപ്പിൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന ബീറ്റ 8-ൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ബീറ്റ 7-ൻ്റെ ആണ് ഇപ്പോഴും നമുക്ക് വന്നിട്ടുള്ളൂ. ആപ്പിൾ ഇപ്പോഴും ആ പറയുന്ന iOS 16 ബീറ്റ 8-ൻ്റെ ഫുൾ ഫ്ലെഷ്ഡ് ഡീറ്റെയിൽസ് ഇപ്പോഴും ആപ്പിൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമാണ്. പിന്നീട് ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം നമ്മുടെ ഈ ഒരു ബീറ്റ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല. അതെല്ലാ കൂട്ടോടും ഞാൻ എടുത്ത് പറയാറുണ്ട്. നമ്മുടെ ഈ ഒരു ബാറ്ററി പെർസെൻറ്റേജ് കാര്യം പറയുമ്പോൾ ഇപ്പം എൻ്റെ ബാറ്ററി ഹെൽത്ത് 88% തന്നെയാണ് നിലനിൽക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ഹെൽത്ത് എനിക്ക് നമ്മുടെ ഈ ഒരു ഐഫോൺ 11-ൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പിന്നീട് കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ ഇറങ്ങുന്നത് ബീറ്റ 8 അല്ലേ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന സെപ്റ്റംബർ 7-ാം തീയതി വരുന്ന ഇവൻറ്റിൽ നമുക്ക് iOS 16 ഒഫീഷ്യലി ലഭിക്കുമോ എന്ന്. അവിടെ ഞാൻ പറയുന്ന കാര്യം, ഇപ്പോൾ സത്യത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് ഒരു RC റിലീസായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് ഈ പറയുന്ന സെപ്റ്റംബർ 7-ാം തീയതി വരുന്ന ഇവൻറ്റിൽ iOS 16-ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കുന്നുണ്ടായുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് ബീറ്റ 8 ഇറങ്ങിയതുകൊണ്ട് നമുക്ക് മിക്കവാറും ഈ പറയുന്ന സെപ്റ്റംബർ 7-ാം തീയതി ഒരു RC റിലീസും അതിനുശേഷം വരുന്ന വീക്ക്, അതായത് 12 മുതൽ 17-ാം തീയതി വരുന്ന വീക്കിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഈ പറയുന്ന iOS 16 ഒഫീഷ്യൽ റിലീസ് ആവുന്നതെന്നും കേൾക്കുന്നുണ്ട്.
കുറച്ച് കൂട്ടുകാർ പറയുന്നത് നമുക്ക് ഈ പറയുന്ന സാറ്റർഡേ അല്ലെങ്കിൽ ഫ്രൈഡേ നമുക്ക് ചിലപ്പോൾ ഒരു RC റിലീസിങ് കൂടെ കാണാൻ പറ്റും. എന്നിട്ട് കറക്റ്റ് 7-ാം തീയതി ആകുമ്പോൾ നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട്. പിന്നീട് iPadOS 16.1 ഇപ്പോൾ റിലീസായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ ബീറ്റ 7ൽ iPadOS 16.1 ബീറ്റ റിലീസായിട്ടുണ്ടെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, നമ്മുടെ iPadOS നമ്മുടെ ഈ പറയുന്ന ഒക്ടോബറിലായിരിക്കും നമുക്ക് റിലീസാവുന്നത്. കാരണം iPadൽ ആ ഒരു സ്റ്റേജ് മാനേജറിൻ്റെയും അതേപോലെ പെർഫോമൻസിൻ്റെയും പിന്നെ OSൻ്റെയും കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന സെപ്റ്റംബർ 7-ാം തീയതി iPadOS റിലീസാവില്ല. അതിന് പകരം നമ്മുടെ ഒക്ടോബറിൽ iPadOS 16.1 എന്ന പറഞ്ഞ പേരിലായിരിക്കും മിക്കവാറും നമുക്ക് നമ്മുടെ iPadOSും റിലീസാവാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന iOS 16 ബീറ്റ 8ൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. നമുക്ക് ഇനി എന്തായാലും കുറച്ചധികം ഫീച്ചേഴ്സ് വല്ലതും വരുന്നുണ്ടോയെന്ന് അപ്കമിങ് വീഡിയോസിലായിട്ട് ഞാൻ പറയാം. പക്ഷേ ഇപ്പോൾ നമുക്കൊരു കാര്യവും വലുതായിട്ട് ഫിസിക്കലി ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഡിവൈസിൽ ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം നിങ്ങൾക്കൊരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാം. നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയേണ്ട ലേറ്റസ്റ്റ് ആപ്പിൾ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതല്ല, നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.